പെരുമ്പാവൂർ നഗരസഭയുടെയും വെങ്ങോല പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമാണ് പെരുമ്പാവൂർ പാത്തിപ്പാലം. വളരെ തിരക്കേറിയ ഒരു റോഡ് കൂടിയാണിത്. ദിനംപ്രതി ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നതാണ്. പക്ഷേ ഈ വഴി മാലിന്യ കൂമ്പാരം കൊണ്ട് ഈ വഴി സഞ്ചരിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടായ അവസ്ഥയിലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്, 5000 രൂപ പിഴയെന്നൊക്കെ. പക്ഷേ ആ ഫ്ലെക്സ് ബോർഡിന് താഴെയാണ് ഇത്രയും വലിയൊരു മാലിന്യ കൂമ്പാരം എന്നത് തന്നെയാണ് ഒരു വിരോധാഭാസം. മുന്നറിയിപ്പ് ബോർഡുകൾ പരിഹാസ ബോർഡുകളായി മാറുന്നു. മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമെന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച സ്ഥലത്ത് തന്നെ മാലിന്യം കൂമ്പാരമായി തള്ളിയിരിക്കുന്നത് പരിഹാസത്തിനിടയാക്കുന്നു. അനധികൃത മാലിന്യ നിക്ഷേപം തടയുവാൻ വെങ്ങോല പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അതിനു താഴെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷ്യാവശിഷ്ടങ്ങളും ഉൾപ്പെടെ കെട്ടിക്കിടക്കുകയാണ്. പ്രദേശത്ത് ദുർഗന്ധവും കൊതുക് ശല്യവും വർദ്ധിച്ചതായും നാട്ടുകാർ പരാതിപ്പെട്ടു. 50 ലക്ഷം മാസം വീട്ടിൽ നിന്ന് മേടിക്കണ്ട് ഹരിതശാലെന്ന് പറഞ്ഞു. അതേമാതിരി ഇതേമാതിരി സമയം നോക്കുമ്പോഴേ ഈ മാറിയിട്ട് വലിച്ചെറിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റോഡ് സൈഡിലേക്ക് മാറിയിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പാടാത്ത അവസ്ഥയാണ്. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഉണ്ട്, അവർക്കറിയാൻ മാറ്റാൻ പാടില്ലേ. ഇത് നിങ്ങൾ ആ താഴെ ഒന്ന് നോക്കുക. അവിടെ ആ ഭാഗത്ത് ഇതെല്ലാം ഈ പാലത്തിനപ്പുറത്തേക്ക് മുനിസിപ്പാലിറ്റി അല്ലേ. ഒരു മര്യാദ വേണ്ട ഇതൊക്കെ ചെയ്യണേ. ഒരു മര്യാദ വേണം. മാറിയിട്ട് ഒരു മനുഷ്യന് നടക്കാൻ പാടില്ലാത്ത അവസ്ഥ അതിലെ നടക്കേണ്ടതില്ലേ. ആരോടെ ഇതിനൊക്കെ പോയി പറയണേ? ആരോട് പറയാൻ പറ്റും? ഒന്നും മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ, അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പാവപ്പെട്ടവനൊക്കെ ഇതിലെ ഈ അന്നന്ന് വൈകുന്നേരം പണിയെടുത്ത് നടക്കുന്ന ആൾക്കാർ അതൊന്നും മര്യാദയ്ക്ക് കണ്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ട് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിടല്ലേ. എന്താ ചെയ്യണേ? ഇതൊക്കെ മെനകേടല്ലേ ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ. ആ തോടും നോക്ക്. ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ ഈ മില്ലൊക്കെ ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരുന്ന മെനകേട ഇവിടെ കാണിക്കണേ മൊത്തം. ഇവിടെ ഇമ്മണി ആൾക്കാർ. നഗരസഭയുടെ ശുചിത്വ സംവിധാനം വിലയിരുത്തുന്നു. ടൗണുകളുടെ വൃത്തി ശുചിത്വ സംവിധാനം വിലയിരുത്തുന്നു. വീടുകളിൽ നേരിട്ടെത്തി ശുചിത്വ സംവിധാനങ്ങളും ശീലങ്ങളും വിലയിരുത്തുന്നു. ഒന്നിക്കാം, ഒന്നാമതാകാം. മാലിന്യവും മലിനജലവും പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതും ഒഴുക്കിവിടുന്നതും ശിക്ഷാർഹമാണ് തുടങ്ങി മനോഹരമായ വാചകങ്ങളും ചിത്രങ്ങളും കൊണ്ട് പെരുമ്പാവൂർ നഗരസഭയുടെ മതിലുകൾ വർണ്ണാഭമാണ്. എന്നാൽ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം ലക്ഷ്യമിട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ അതിലെ വാചകങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കൂടി അധികൃതർ ശ്രമിക്കണം. മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ മഴക്കാലമാകുന്നതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാധ്യതയുണ്ട്. മാലിന്യം തെള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തലാക്കുവാനും സാധിക്കൂ. പെരുമ്പാവൂരിനെ സൗന്ദര്യവൽക്കരിക്കുമെന്ന് പറയുന്നവർ ഇതൊന്ന് കാണണം. ഈ വഴി മൂക്കുപൊത്താതെ നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഇനി മഴക്കാലമായതോടുകൂടി ഇനി സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന അവസ്ഥ കൂടിയാണ്. അപ്പോൾ ആരോഗ്യ വകുപ്പും കൂടി ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ശിക്ഷാ നടപടികൾ ഫ്ലെക്സ് ബോർഡുകളിൽ മാത്രം ഒതുക്കാതെ അത് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രവർത്തികൾ ഒഴിവാക്കുന്നത്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.